രാവിലെ 8 മണി. ന്യൂസിലാൻഡിൽ ഒരു തട്ടുകടയിൽ വന്നേക്കണേ കേട്ടോ. നമ്മുടെ നാട്ടിലെ എക്സ്പെൻസീവ് സാധനമാണ് ഇവിടുത്തെ തട്ടുകട ലെവലുള്ള സാധനം ഉണ്ടോ. ഇത് ഫസ്റ്റ് കടി എടുക്കാൻ പോണത് ബയ്യാണ്. ബയ്യ ഫസ്റ്റ് കടി. ബൈ ബർഗർ കിങ്ങിലെ ബർഗർ. ഒന്നും കഴിക്കാത്തതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് തോന്നുന്നുണ്ട്. നല്ല രുചിയുണ്ട്. നമുക്ക് ജിമ്മിൽ പോയി 2 അടി കൊടുക്കാം അല്ലേ? അതുകൊണ്ട് നമ്മൾ കുറച്ച് കാർബ് ലോഡ് ചെയ്യണം. പിന്നെ ബർഗർ അയക്കാൻ ഓർത്തു. ഇന്ന് ജിമ്മിൽ പോണെയാണ്. ജിമ്മിൽ വർക്കൗട്ടാണ്. ഇന്ന് ഷോൾഡർ ആണ് അടിക്കാൻ പോണേ. ഷോൾഡർ ആണോ? ഷോൾഡർ നമ്മൾ പന്ത് പോലെ ആക്കാൻ പന്ത്. അപ്പോൾ നമ്മൾ ജിമ്മിൽ പോകണുണ്ടോ. ജിമ്മിൽ പോകണേക്കാളും മുമ്പ് ഒരു ബർഗർ കയറ്റി. വേറെ ഒന്നുകൊണ്ടല്ല, അൺഹെൽത്തിയാണ്. പക്ഷേ കാർബകത്ത് പോകാണ്ട് വർക്കൗട്ട് ചെയ്തിട്ടൊരു കാര്യമില്ല അല്ലേ ഭയ്യ? കുറച്ച് എനർജി വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കാർബ് കഴിച്ചു. പിന്നെ അതിനകത്ത് പ്രോട്ടീൻ ആയിട്ട് നമ്മുടെ ബീഫ് പാറ്റി ഉണ്ട്. നമുക്ക് നല്ല എനർജി ആയിട്ട് വർക്കൗട്ട് ചെയ്യാം. വർക്കൗട്ട് ചെയ്യണമെങ്കിൽ എനർജി വേണം, എന്നാലും വർക്കൗട്ട് എഫക്റ്റീവ് ആവുള്ളൂ. അപ്പോൾ നമുക്കിന്ന് കഴിക്കാനൊന്നും കിട്ടിയില്ല. അപ്പോൾ നമ്മൾ ഈ ബർഗർ വെച്ച് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു. എന്താ പൂപ്പലാണത്? അതെ സോറി ഗായ്സ്, ബണ്ണിൻ്റെ മേലുള്ള ഒരു പൊടി വെതറിയതാണ്, ഞാൻ തെറ്റിദ്ധരിച്ചു, സോറി. അപ്പോൾ നമ്മൾ വർക്കൗട്ടിൽ ഷോൾഡർ അടിക്കാൻ പോകണം. നമ്മളപ്പം ബയ്യ ഉണ്ട്, ജോവിൻ ഉണ്ട്, ആനന്ദേട്ടുണ്ട്. ഗായ്സ് എന്നെ ഒന്ന് കാണിക്കാൻ പറഞ്ഞാണ്. നാണക്കാരനാണ്. കല്യാണം നോക്കുന്നുണ്ട്. ആർക്കെങ്കിലും ഇഷ്ടമാണെങ്കിൽ കമന്റ് ചെയ്യുക. മൂല നക്ഷത്ര. ഇവിടുത്തെ ഒരു അല്ലു അർജുന ഉണ്ടോ? പൃഥ്വിരാജ്, അല്ലു അർജുൻ, ദിലീപ്. ഇതാണ് ഗായ്സ് ഞങ്ങളുടെ കോളേജ്. നാട്ടിൽ നമ്മൾ വിണ്ടൊക്കെ നോക്കിയപ്പോൾ കണ്ട ഫോട്ടോ ഇതായിരുന്നു. ഈ ഫോട്ടോ കാണുമ്പോൾ തോന്നിയത് കൊള്ളാം, അടിപൊളിയാണല്ലോ. പക്ഷേ ഇവിടെ വന്നപ്പോൾ ഇതിനകത്ത് നമുക്ക് ഇരിക്കാൻ പറ്റില്ലെന്ന് മനസ്സിലായി. നമ്മുടെ ക്ലാസ് വേറെ ആയിരുന്നു. ഈ ബിൽഡിങ്ങിൽ ക്ലാസ് ഞങ്ങൾക്ക് ഇല്ലായിരുന്നു. ഓഡിറ്റോറിയം ഒന്നുമല്ല, പണ്ടത്തെ ക്ലാസ് ആയിരുന്നു. പിന്നെ ആ ബിൽഡിംഗ് ചരിഞ്ഞാടിക്കും. അപ്പോൾ ഒരു ഇതുണ്ടായിരുന്നു, എങ്ങനെയാണ് ഇതിന്റെ കൺസ്ട്രക്ഷൻ വന്നേക്കുന്നത് എന്നുള്ള സംഭവം ആദ്യം വന്ന സമയത്ത് ഇങ്ങനെ ആലോചിച്ചത്. കാരണം ഇത് ചരിഞ്ഞാണ് ഇതിന്റെ ഫൗണ്ടേഷൻ പോയേക്കുന്നത്. അപ്പം നേരത്തെ കണ്ടത് നമ്മുടെ കോളേജാണ് കേട്ടോ. ഞങ്ങളെല്ലാവരും പഠിക്കുന്ന കോളേജാണ്. കോളേജ് പഠിത്തം കഴിഞ്ഞു. അതാണ് ഇനി എന്താ വരാതെ വേണമെങ്കിൽ പറയാൻ പറ്റില്ല. ഒരു എക്സാം കൂടി ഉണ്ട്. അത് ഇതിൻ്റെ കറക്റ്റ് റിവ്യൂ ഞാൻ പറഞ്ഞുതരാം കോളേജിൻ്റെ. ഇപ്പം ഞാൻ പറയില്ല. ഇപ്പം പറഞ്ഞാൽ അവരെന്നെ അത് കാരണം ഇപ്പം പറയില്ല. ഞാൻ പാസ്സായി ഒരു ജോലി കിട്ടി ഉറപ്പായി കഴിയുമ്പോഴേക്കും ആ വിൻ്റെ കോളേജിനെ പറ്റി ഫുൾ റിവ്യൂ ഞാൻ പറയുന്നതാണ്. വരാൻ പോകുന്ന പിള്ളേർക്കും മനസ്സിലാക്കാം. വരാൻ പോകുന്ന പിള്ളേർക്കും ഒരു അറിവാവും എന്താണ് ഇവിടെ നടക്കുന്നത്. വരണോ വേണ്ടയോ അല്ലെങ്കിൽ എങ്ങനെ ചൂസ് ചെയ്യാന്നൊക്കെ ഉള്ള ഒരു വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ സഞ്ജു ബാബ പറയുന്നതായിരിക്കും. ഞാൻ പറയണം. അപ്പോൾ ഗായ്സ് എല്ലാവരും ഫോളോ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പുതിയ പുതിയ അറിവുകളും ന്യൂസിലൻഡ് വിശേഷങ്ങളുമായി ഞങ്ങൾ വീണ്ടും എത്തുന്നതാണ്. വസന്തായി എല്ലാവർക്കും പ്രഭാത ഭക്ഷണത്തിലേക്ക് സ്വാഗതം. ചെണ്ടൊക്കെ പോയി മുളകിടിച്ച് കഴിക്കുന്നത്. അതെ കഴപ്പുണ്ടോടാ. നിങ്ങളല്ലേ പറഞ്ഞേ നാട്ടു റോട്ടിൽ കൂടി അവിടുത്തെമാര് കാണിച്ചു കൊണ്ടാ. നമ്മളൊക്കെ എന്തെങ്കിലും കാണിക്കുമ്പോൾ കഴപ്പ്, ഇവന്മാര് കാണിക്കുമ്പോൾ സ്റ്റൈല്. നമ്മൾ എന്തെങ്കിലും ചെറുത് കാണിച്ചു കഴിഞ്ഞാൽ ഇവന്മാര് തുടങ്ങും. വലിയ അഭ്യാസങ്ങളാണ് ഇവന്മാര് കിടന്ന് കാണിക്കണം. ഇന്നലെ ഞാൻ നോക്കുമ്പോണ്ടല്ല, ഞാൻ പോവാ ഒരുത്തന്നെ എന്റെ വണ്ടിയുടെ നേരെ സൈക്കിളും പൊക്കി വന്നു മാറല്ല. ഞാൻ ഇടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ജയിലിൽ പോകണമല്ലോ എന്ന് ഓർത്തിട്ടാണ് പന്നിനെ ഇടിച്ചിടാൻ. കുറച്ച് പെട്രോൾ അടിക്കാൻ ഗൈസ്. ഉച്ചയ്ക്ക് 1:45. ആനന്ദനുണ്ട്, അർജുൻ വയ്യ ഉണ്ട്. വയ്യ വാമപ്പ് കഴിഞ്ഞു. ഇനി സ്ട്രെച്ചിങ്. സോറി, അണ്ണന് ബുദ്ധിയുണ്ട്. സ്ട്രെച്ച് എന്നും പറഞ്ഞ് മതിലിനെ പീഡിപ്പിക്കണം ഗൈസ്. സ്ട്രെച്ച് ആണ് കേട്ടോ. സ്ട്രെച്ച് ചെയ്തില്ലെങ്കിൽ നമുക്ക് ഇഞ്ചുറി ചെയ്യാൻ ചാൻസ് ഉണ്ട്. നമ്മളെപ്പോഴും വാം ചെയ്യണം. മെയിൻലി നമ്മൾ റൊട്ടേറ്ററി കഫൊക്കെ പെട്ടെന്ന് ഇഞ്ചുറി ആവാനുള്ള സംഭവം ഉണ്ടാവും. അപ്പോൾ നമ്മളത് ഫോക്കസ് ചെയ്ത് നമ്മൾ വാമപ്പ് ഇങ്ങനെ ചെയ്യണം. പിന്നെ നമ്മൾ സ്ട്രെച്ചിങ് ചെയ്യണം. ഇതെല്ലാവരും ചെയ്യണം. നമ്മൾ ഡയറക്റ്റ് തന്നെ വെയിറ്റ് എടുത്ത് ലിഫ്റ്റ് ചെയ്യാണ്ട് എല്ലാവരും പ്രോപ്പർ ആയിട്ടുള്ള വാമപ്പ് ചെയ്തതിന് ശേഷം മാത്രം വർക്കൗട്ട് തുടങ്ങും. ഓക്കെ, ലെറ്റ്സ് ഗോ. ഇല്ല പറ്റില്ല, ഞാൻ അടിക്കാം. മാറ്. ഈ ഇതൊക്കെ ഉള്ളത് ആനന്ദണ്ണ ആമാതാ. ഒരു കിൻഡൽ ഇടിയായിരിക്കണം. നമ്മളിന്ന് ബാബ എക്സ്പ്ലോററിനെ അടിച്ച് കൂട്ടി. ഇത് മാറ്റണ്ടേ? അങ്ങനെ എനിക്കറിയില്ല പിടിക്കാൻ.
ഞാൻ അങ്ങനെ അടിക്കാം, എന്നെ അടിക്കണ്ട, ഡിഫൻഡ് മാത്രം ചെയ്താൽ മതി. ഓ അത് കൊള്ളായിരുന്നു. അയ്യോ കിട്ടി കിട്ടി, കവം വന്ന്. വൈകിട്ട് 4:40. അടി 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 സ്റ്റൈല് പറ. റീസിസ് ഫോക്സ് ആയ എന്താണ് റീസിസ് എന്നറിയാം? ഒരു പീനട്ട് ബട്ടർ കൊണ്ടുള്ള മുട്ടായി, വളരെ ഫേമസ് ആയിട്ടുള്ള മുട്ടായി. മുതിർന്നവർ വരെ നമ്മുടെ ഈ പറയുന്ന എന്താണ് ഹാലോവിൻ പാർട്ടിയിൽ പിള്ളേരുടെ പാത്രത്തിൽ നിന്ന് കൈയിട്ട് അടിച്ചു മാറ്റുന്ന സാധനമാണ് റീസിസ്. കുറേ നേരം അണ്ണം പറഞ്ഞ അമേരിക്കയിലെ ഇത് സ്പെഷ്യൽ ഫ്ലേവർ ആയിട്ടോ, ഇത് വിത്ത് ക്യാരമലാണ് തോന്നുന്നു. അതൊന്നും ഓ സ്ട്രോങ് ഫ്ലേവർ, സ്ട്രോങ്. 10 ഒരു 7 കൊടുക്കാം. ഇത് അതിന്റെ ഒത്തന്റിക് അല്ല കേട്ടോ, ഇത് മറ്റേ ക്യാരമുള്ളതാണ്. പേടിപ്പിക്കണല്ല, ഇനി അടുത്ത നീ അങ്ങനെ ചെയ്യരുത്. അത് ചെയ്യത്തില്ല, നല്ല കുട്ടിയാ. നീ എന്ത് നിർത്താൻ അബദ്ധം പറ്റി. കൊല്ലല്ലേ നീ അവനെ അതും പറഞ്ഞ് അവനെ മാനസികമായി തളർത്തി, അതും പറഞ്ഞ് അവനെ ഒരു $50 മേടിക്കാൻ. അല്ല അവൻ ഇതും പറഞ്ഞ അവനെ ബ്ലാക്ക് മെയിൽ ചെയ്യും. അപ്പൊ ഇവനവർക്ക് എന്തെങ്കിലും മേടിച്ചു കൊടുത്തേ. അതല്ലടാ, ഇവനെ ചവിട്ടാൻ നീ മടിച്ചു നിൽക്കരുത്, ചെയ്യുമ്പോ അപ്പൊ ചെയ്തോളാം. രാത്രി 8:30. പയ്യാണ് പേയാണ്. ഭയ്യ ഡിസപ്പോയിന്റ്. ഒറ്റയ്ക്ക് തിന്നുവോ? പിന്നെ പടമായിരുന്നു ഓടിയത്. അപ്പൊ ഞാൻ ആലോചിച്ചു, അത്രയും നല്ലൊരു സ്റ്റോറി, ഒരു കോൺസെപ്റ്റ് കിട്ടിയത് അലമ്പായി തന്നല്ലോ എന്നുള്ളത്. മോശമായി പോയല്ലോ. അല്ലാതെ എനിക്ക് രണ്ടേ കിട്ടിയിരുന്നെങ്കിൽ ഞാൻ അതിന്റെ പീസ് തോണ്ടി അതിനോട് തരാൻ കുറച്ചുകൂടെ തരാം. എനിക്കിഷ്ടമായതാ. പിന്നെ ബയ്യക്ക് പറ്റിയ പറഞ്ഞുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ട ബയ്യക്ക് പറ്റിയത് മറ്റേ സാധനമല്ലേ ഇഷ്ടപ്പെട്ടു. ഇത് ഞാൻ അടിച്ചാൽ പ്ലാസ്റ്റിക് പൊട്ടിപ്പോകും. പിന്നെ അത് പൊട്ടിപ്പോകും. പിന്നെ എന്ത് പ്ലാസ്റ്റിക്? നാട്ടില് പവർ കട്ടാകുമ്പോൾ വെറുതെ അച്ഛനെ കൊണ്ടുള്ള പേപ്പറൊക്കെ ആട്ടിച്ച് പറയാൻ ഇഷ്ടപ്പെടുമായിരിക്കും. സഞ്ജുവാണ് മഹോൾ ഓർമ്മ ഇത് ഇഷ്ടപ്പെടും, ഇത് ഇഷ്ടപ്പെടും, ഈ സാധനം ഇഷ്ടപ്പെടും. ഇത് ഞെക്കാനുള്ള ആവതില്ല അവന്. പിള്ളേർക്ക് കളിക്കാൻ രണ്ട് വയസ്സ് പറ്റില്ല. വേണം ചുമ്മാ ഇത് കാണിക്കാം, കളിപ്പിക്കാം. കളിപ്പിക്കാൻ നല്ലതല്ലേ ഇങ്ങനെ കാണിച്ച് ഇങ്ങനെ കളിപ്പിക്കാം. 2 വയസ്സിന് മേളിൽ 0 to 3. കൊച്ചിന് എത്ര വയസ്സാണ്? 0 to 3 0 to 3 പറ്റൂല എന്ന് പറഞ്ഞാൽ 0 to 3 കൊടുക്കാവുള്ളൂ. ഇത് ഞാൻ പറ്റില്ലെന്ന് പറയുന്നത്. ഇങ്ങനെ ചുമ്മാ തിരിക്കുന്നത് ഇത് ചുമ്മാ തിരിച്ചാ പോകും. നല്ല അതെ എഴുതിണ്ടത് 0 to 3 ഒരു വായിലെടുത്തിട്ടില്ല. എന്തെങ്കിലും കാരണമുണ്ടാവും ബാബ. ഇത്രയും വലിപ്പമുള്ള ഇത് ബയ്യയുടെ അത്രയുള്ള ഒരു ബബിൾക്കം. അത് 3 വെച്ചാൽ സിമെന്റ് വേകുമ്പോ എന്റെ ഫോണിൽ നീളം എത്ര, ഇതിന്റെ നീളം എത്ര? ഒരു വലിയ ബോക്സ് ഗിഫ്റ്റ് തുറക്കണേ. വലിയ ബോക്സ് തുറന്നപ്പോ അതിന്റെ അത് ചെറിയ ബോക്സ്, അതിന്റെ അത് വേറെ ചെറിയ ബോക്സ് ഒരു പക്ഷേ റബ്ബർ പട്ടത്തിൽ ഞാൻ പൊന്നലയാ
പല്ല് പോയി നിക്കറിട്ടോണ്ടാ സമയത്ത് എനിക്ക് ടീച്ചർമാർക്കായിട്ട് മടിയായിട്ട്